നമസ്കാരം, എല്ലാവർക്കും സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജന്യ. നമ്മുടെ വീടിന്റെ ഭിത്തികളൊക്കെ കൂടുതൽ മനോഹരമാക്കാൻ സഹായിക്കുന്ന തരത്തിലുള്ള വാൾ ഹാങ്ങിങ്ങുകൾ തയ്യാറാക്കിയാലോ? വളരെ സിമ്പിൾ ആയിട്ട് കാർഡ്ബോർഡും കളർ പേപ്പറും ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇത്തരത്തിലുള്ള വാൾ ഹാങ്ങിങ് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയാനായിട്ട് വീഡിയോ കാണാം. ഹാങ്ങിങ് തയ്യാറാക്കാനായി നമുക്ക് നൂല്, പേന, കത്രിക, കളർ പേപ്പർ, സ്കെയില്, കാർഡ്ബോർഡ്, മുത്തുകൾ, പശ എന്നിവയാണ് ആവശ്യമുള്ളത്. ഇനി ഇത് തയ്യാറാക്കാനായിട്ടൊരു കാർഡ്ബോർഡ് എടുത്ത് അതിൽ ചന്ദ്രക്കല പോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കൃത്യമായ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് കളർ പേപ്പറുകളാണ്. ഇവിടെ റോസും ബ്ലാക്കുമാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. റോസ് പേപ്പർ 6 സെന്റിമീറ്റർ അളവിലുള്ള സമചതുരമായിട്ടും കറുത്ത പേപ്പർ 4 സെന്റിമീറ്റർ അളവിലുള്ള സമചതുരമായി മുറിച്ചെടുക്കണം. അതിനുശേഷം ഈ റോസ് പേപ്പർ എടുത്ത് ഇതുപോലെ ഒരു ത്രികോണാകൃതിയിൽ ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് മടക്കുക. ഇത് വീണ്ടും നമുക്ക് രണ്ടായിട്ട് ഒന്നുകൂടെ മടക്കണം. ഇനി ഇത് ഒന്നുകൂടെ നമുക്കൊന്ന് മടക്കിയെടുക്കണം. ഇപ്പം അവിടെ ഒരു ചെറിയ ത്രികോണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് ഒരു ത്രികോണാകൃതിയിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക. ഇത് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ ഒരു പൂവിൻ്റെ ഷേപ്പിൽ കിട്ടും. കണ്ടില്ലേ, ഇതുപോലെയാണ് ഉണ്ടാവുക. നമുക്ക് ഇതുപോലെ തന്നെ കുറച്ചധികം വേണം. അപ്പോൾ ഒരു പൂവിന് വേണ്ടിയിട്ട് 4 ഇതളുകളാണ് വേണ്ടത്. നമ്മളിവിടെ 4 തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് സ്കെയിൽ വെച്ച് ഇതുപോലെ ഒന്ന് വളച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പൂവിൻ്റെ ഷേപ്പ് പോലെ കിട്ടും. ഇനി ഇത് ഒട്ടിച്ചെടുക്കണം. ഏറ്റവും വലുത് ഏറ്റവും അടിയിൽ എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോൾ എല്ലാം മുകളിലായിട്ട് ഇതുപോലെ ഒട്ടിച്ചു കഴിഞ്ഞു. ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു മുത്ത് കൂടി വെച്ച് കൊടുക്കാം. പൂവ് കൂടുതൽ ഭംഗിയാവാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഇതുപോലെയാണ് നമ്മൾ പൂ തയ്യാറാക്കി എടുത്തത്. നമുക്കിതുപോലെ കുറച്ചധികം പൂക്കൾ വേണം. അപ്പോൾ ഇവിടെ അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ടൊരു ഫോം ഷീറ്റ് എടുത്ത് അതിൽ ഇലയുടെ ആകൃതിയിൽ മുറിച്ചെടുക്കുക. മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുതായി അകത്തേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. 2 സൈഡിലും ഇങ്ങനെ കട്ട് ചെയ്യണം. അതിനുശേഷം മറ്റത്തുള്ള കുറച്ച് ഭാഗം ഇതുപോലെ ഒന്ന് മുറിച്ച് കളയുക. 2 സൈഡിലും അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഇലയുടെ ആകൃതി കിട്ടും. ഇതുപോലെ കുറച്ചധികം വെട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി ഇഷ്ടമുള്ള ഒരു കളർ പേപ്പർ എടുത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് ചന്ദ്രക്കലയുടെ ആകൃതിയിൽ തന്നെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതിന് മുകളിൽ ഒട്ടിക്കാനാണ്. അപ്പോൾ കൃത്യമായ ഷേപ്പിന് വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് വെള്ള പേപ്പർ വേണം. അത് ഇതുപോലെ എടുത്ത് ഒരു കോണിൽ നിന്ന് അടുത്ത കോണിലേക്ക് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ കുറച്ചധികം നമ്മളിങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് കറക്റ്റായി ഇതുപോലെ വെച്ചതിന് ശേഷം പശ വെച്ച് ഒട്ടിച്ചെടുക്കണം. പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം സൈഡൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൂക്കളും ഇലകളും ഇതുപോലെ ഒന്നിനൊന്ന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പശ വെച്ച് ഒട്ടിക്കാം. ഇവിടെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു കറുത്ത പേപ്പറാണ് വേണ്ടത്. ഈ പേപ്പർ ഇതുപോലെ നീളത്തിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം ഇതുപോലെ കുറച്ച് സ്ഥലം വിട്ട് മുറിച്ചു കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ റോൾ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അകത്ത് നിന്ന് ഇതുപോലെ ഒന്ന് തള്ളി പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് താഴെ ഭാഗത്ത് കുറച്ചധികം ഇങ്ങനെ നീണ്ടു കിട്ടും. ഇതിങ്ങനെ വലിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് 2 വേണം. അപ്പോൾ ഇനി അടുത്തത് സൂചിയും നൂലും എടുത്ത് ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടത്തിയതിന് ശേഷം ഇങ്ങനെ ഒരു വള്ളി പോലെ എടുക്കാം. ഇതിനി നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് കെട്ടിയിട്ട് കൊടുക്കണം. രണ്ടെണ്ണം ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഫോം ഷീറ്റ് എടുത്ത് ഇതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം. മുറിച്ചു കഴിഞ്ഞാൽ അതിന് മുകളിലായിട്ട് പശ വെച്ചതിന് ശേഷം നൂലിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതുപോലെ 2 സൈഡും ഫോം ഷീറ്റിൻ്റെ ഗിൽറ്റുള്ള ഭാഗം വരുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുത്തുകളും വെച്ച് കൊടുക്കാം. വെള്ളമുത്താണ് ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ തന്നെ എല്ലാത്തിലും ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ
ഹാങ്ങിങ് ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ആണിത്. ഇത് നമുക്ക് ഭിത്തിയിലൊക്കെ തൂക്കിയിടാം ഇതുപോലെ. അപ്പോൾ നിങ്ങൾ 1 or 2 ഒക്കെ ഇതുപോലെ ഉണ്ടാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും. വളരെ എളുപ്പത്തിനാണ് നമ്മളിത് തയ്യാറാക്കിയത്. കളർ പേപ്പറും ഫോം ഷീറ്റും കാർഡ്ബോർഡും നൂലും പശയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഇത് മനോഹരമായി തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളും ഒഴിവ് സമയങ്ങളൊക്കെ കിട്ടുമ്പോൾ ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.